എല്ലാം റെഡിപ്പയുടെ പേരിലാണ്. ഇപ്പൊ നീ എന്റെ ഷെയർ തരേണ്ടത്. എന്താണ് ഇത്? ഇതൊക്കെ എന്റെ പേരിൽ എന്തിനാ നീ എഴുതി വെച്ചത്? നീ എന്റെ ചങ്ങാതിയല്ലടാ. ചക്രവർത്തി ഫോറസ്റ്റിൽ 3 കൊലപാതകങ്ങൾ നടത്തി അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഇവിടെ വന്ന് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചക്രവർത്തി ആരാ? നിങ്ങളിൽ ചക്രവർത്തി ആരാ? ഇവൻ ചക്രവർത്തി. ഞാൻ ഇവന്റെ സുഹൃത്ത്. എന്തായി പറയുന്നത്? ഞാൻ റെഡപ്പയാ. ഇതാണ് ചക്രവർത്തി. സംശയമുണ്ട്, അവളോട് ചോദിക്കുക. ആരാണ് നീ പറ? അയാളല്ല ചക്രവർത്തി, ഇയാളാ. ഞാൻ ചക്രവർത്തി. അവൻ കാരണമാ അവന്റെ അനന്തരവൻ അച്ഛനെയും അമ്മയും കൊന്നത്. എന്നാൽ ഞാനോ എന്റെ ജീവിതം തന്നെ അവൻ നഷ്ടപ്പെടുത്തി. അവനെ കൊല്ലുന്നത് തെറ്റാണോ? അവനെ കാണുന്ന എനിക്ക് അവൻ എൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു. ഇനി അവന്റെ ശബ്ദം ഉയരാൻ പാടില്ല. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞോ? ഡാ, നീ മേക്കപ്പ് ചെയ്യുന്നില്ലേ? ചെല്ല്. നിന്നോടാ ചോദിച്ചത്. ഈ നാടകം ഞാൻ കളിക്കുന്നില്ല. നാടകം അഭിനയിക്കാൻ എനിക്ക് പേടിയാ. പേടിയോ? മുത്തച്ഛൻ ഏതോ ഭാഗവതം എഴുതിയെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ മനുഷ്യജീവിതമായിരുന്നു. ഈ ദശാവതാരം ഞാൻ എപ്പോഴോ കാട്ടിൽ അഭിനയിച്ചു. അപ്പോഴോ അദ്ദേഹം എത്ര ആനന്ദിച്ചു എന്നറിയൂ. ദൈവത്തിന്റെ സഹായം, ഒരു ചെറിയ സഹായം ചെയ്യുന്നവനാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പന്നിയാണ് സഹായിക്കുന്നതെങ്കിൽ അത് വരാഹമൂർത്തിയാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന്. അദ്ദേഹം എഴുതിയത് ദൈവത്തെക്കുറിച്ചല്ല, സഹായങ്ങളെക്കുറിച്ചാ. ഒരാൾ സഹായം ചോദിച്ചാൽ വേണ്ട, നമുക്കെന്തിനാന്ന് ഉൾമനസ്സിന്റെ താക്കീത്. അറിയില്ല, ഈ നാടകം അഭിനയിക്കാനുള്ള അർഹത എനിക്കില്ല. ശരിക്കും നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. എല്ലാവരും നാടകം വേണ്ട എന്ന് പറഞ്ഞ് പോകാനൊരുക്കിയപ്പോ നീയാണ് എല്ലാവരെയും പിടിച്ചു നിർത്തിയത്. നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും അന്യായം സംഭവിച്ചാൽ ഭയപ്പെടാതെ നീ വേണം മുന്നിൽ നിൽക്കാൻ. ഒരു രാക്ഷസം മൂലം ഉണ്ടായ ഇരുട്ടിന് നിന്റെ കൈകൊണ്ട് വേണം ഉദയം ഉണ്ടാക്കാൻ. ഇതാണ് ജഗത് തത്വം. ഡയലോഗ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പഠിച്ചിട്ടുണ്ട്. വീരരാഹു പറയുന്ന പോലെ തന്നെ പറയുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞോളാം. വേണ്ട, വാ, അത് നിനക്ക് കഴിയില്ല. വാ. വന്നേ, ഇങ്ങോട്ട് വരാനല്ലേ പറയുന്നത്? കേട്ടില്ലേ? മാറ്റില്ലല്ലോ നിനക്ക്. പിന്നെ എങ്ങനെ അഭിനയിക്കാനാ?